കുട്ടാ എനിക്കിത് വേണ്ട മലാഖെ. അത് പറഞ്ഞ പറ്റില്ല. മാലാഖയല്ലേ. വേണ്ട, എനിക്ക് ഇഷ്ടല്ല. അങ്ങനെ പറയരുത്. കുടിക്ക്, നല്ല കുട്ടിയല്ലേ. തുറന്നേ. വേണോ? നീ എന്തിനാണ് എന്റെ ക്യാമറ കയറിയിരിക്കുന്നത്? സിദ്ധുന് പഴയ ഓർമ്മകൾ വന്നു എന്ന് തോന്നുന്നു. ചോദിച്ചായിട്ടില്ലേ നീ ആരാണ്? കുട്ടാ, ഓർമ്മയിൽ വന്ന എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ കണ്ടപ്പോ മനസ്സിലായില്ല. ഞാൻ ആരാണെന്നൊക്കെ ചോദിച്ചു കുട്ടൻ ബഹളം വെച്ചു. ആ ടെൻഷനിലാന്ന് തോന്നുന്നു. കുട്ടൻ പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയും ചെയ്തു. ഏട്ടാ, കുട്ടാ, ഏട്ടാ, ഏട്ടാ, സിദ്ധുവേട്ടാ, സിദ്ധുവേട്ടാ, ഏട്ടാ കണ്ണു തുറക്ക്. കുട്ടാ, കുട്ടാ, ഏട്ടാ കണ്ണു തുറക്ക്. നീ ആ വെള്ളം കെടുത്തേ. കുട്ടാ, കുട്ടാ, ഏട്ടാ, 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 എനിക്ക് ഏട്ടാ, ഏട്ടാ, കുട്ടാ, കുട്ടാ, ഇതെന്തായാലും നല്ലൊരു ലക്ഷണം. ചേച്ചി ഇവിടെ വന്ന് കയറി ഉടനെ തന്നെ ഏട്ടന് ഓർമ്മ കിട്ടാനുള്ള സാധ്യത തെളിയാണല്ലോ. എന്താ നിങ്ങൾ എന്താ ഇവിടെ കൂടി നിൽക്കണേ? ചേച്ചി, ഏട്ടന് ഓർമ്മ വന്നിട്ട് അന്നത്തെ പോലെ ചേച്ചിയെ പുറത്താക്കാൻ ശ്രമിച്ച ചേച്ചി എന്ത് ചെയ്യും? അമ്മേ, വേഗം വയ്ക്കോ. മോളെ, ഓഫീസിലെ ജോലി എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു അമ്മ. ഞാൻ ചെയ്യേണ്ട ജോലിയൊക്കെ ഭംഗിയായിട്ട് ചെയ്തു തീർത്തിട്ടുണ്ടെന്നാ എന്റെ വിശ്വാസം. മോളെ, സിദ്ധു മോളെ ബുദ്ധിമുട്ടിച്ചായിരുന്നോ? ഒട്ടും കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്നായിരുന്നു എന്റെ പേടി. ഓഫീസിൽ വെച്ച് സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായി. എന്താ മോളെ? അവിടെ വെച്ച് കുട്ടന് ഇത്തിരി നേരം പഴയ ഓർമ്മകൾ തിരിച്ചു വന്നു. ഓർമ്മ കിട്ടിയിട്ട് ഇവന് എന്താ ചെയ്തേ മോളെ? ഓർമ്മ കിട്ടിയപ്പോ കുട്ടന് എന്തൊക്കെയോ സംശയങ്ങളുള്ളതായി എനിക്ക് തോന്നി. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടി കുട്ടൻ ശ്രമിച്ചു. അവിടെ ഇരുന്ന ഫയലുകളും മറ്റുമൊക്കെ എടുത്ത് നോക്കി. എന്നിട്ട് സിദ്ധു മോളെ തിരിച്ചറിഞ്ഞോ?
എന്നെ കുട്ടന് മനസ്സിലായില്ല. ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നതെന്നൊക്കെ കുട്ടൻ എന്നോട് ചോദിച്ചു. ആ ഓഫീസിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്നും കുട്ടൻ അന്വേഷിച്ചു. നീ അവന്റെ ഭാര്യയാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ കുട്ടനത് വിശ്വാസമായില്ല. ഭാര്യ ആയിരുന്നെങ്കിൽ ഞാൻ പറയാതെ തന്നെ എന്നെ തിരിച്ചറിഞ്ഞിരുന്ന ഭാവമായിരുന്നു കുട്ടന്. കുട്ടന്റെ പെരുമാറ്റം മോൾക്ക് വിഷമായിട്ടുണ്ടാവുമല്ലേ? ഹേയ്, ഓർമ്മ കിട്ടിയാലും കുട്ടനെന്നെ തിരിച്ചറിയാനുള്ള സാധ്യതയില്ലെന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് എനിക്ക് വിഷമം. സന്തോഷിക്കേ, അതാ ഇപ്പൊ വേണ്ടത്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് മോളെ. ഓഫീസും അവിടുത്തെ അന്തരീക്ഷമൊക്കെ കാണുമ്പോ കുട്ടന് പഴയ ഓർമ്മകൾ വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് എന്തെങ്കിലും തരത്തിൽ ഓർമ്മ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേയില്ല. സിദ്ധുവിന്റെ ഓർമ്മകൾ ചെറിയ രീതിയിലെങ്കിലും തിരികെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം മോളുടെ കഠിനാധ്വാന, മോളുടെ നിരന്തരമായ പരിശ്രമമാണ്.